നമസ്തേ. ന്യൂസ് 99 വാർത്തകളിലേക്ക് സ്വാഗതം. 113 ദിവസമായി തൃശൂരിൽ തുടരുന്ന സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ സമരത്തിൽ നിർണായക വഴിത്തിരിവ്. അമല ആശുപത്രിയിലെ സമരം മാനേജ്മെന്റും സമരസമിതിയും തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷം ഒത്തുതീർപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ ജൂബിലി മിഷൻ ആശുപത്രിയിലെ സമരം ഇപ്പോഴും തുടരുകയാണ്. എന്താണ് ഒത്തുതീർപ്പിലെ പ്രധാന വ്യവസ്ഥകൾ? നഴ്സുമാർക്ക് ലഭിച്ച നേട്ടങ്ങൾ എന്തൊക്കെയാണ്? വിശദമായി നോക്കാം. ജീവൻ രക്ഷിക്കാൻ രാവും പകലും ആശുപത്രികളിൽ സേവനം ചെയ്യുന്ന നഴ്സുമാർക്ക് സ്വന്തം അവകാശങ്ങൾ നേടിയെടുക്കാൻ 113 ദിവസത്തോളം തെരുവിൽ സമരം ചെയ്യേണ്ടി വന്നു. തൃശൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ നടത്തിയ ദീർഘകാല സമരത്തിനാണ് ഇപ്പോൾ ഭാഗിക വിജയത്തിന്റെ മധുരം ലഭിച്ചിരിക്കുന്നത്. തൃശൂരിലെ അമല ആശുപത്രിക്ക് മുന്നിൽ 113 ദിവസമായി നടന്നുവരുന്ന സമരമൊടുവിൽ ഒത്തുതീർപ്പായി. ആശുപത്രി മാനേജ്മെന്റും ലേബർ ഓഫീസറും സമരസമിതി പ്രതിനിധികളും തമ്മിൽ നടത്തിയ നിരവധി ചർച്ചകൾക്കൊടുവിലാണ് ധാരണയിലെത്തിയത്. ഇതോടെ അമല ആശുപത്രിക്ക് മുന്നിൽ നടന്നിരുന്ന സമരം ഔദ്യോഗികമായി പിൻവലിച്ചു. സ്വകാര്യ ആശുപത്രി നഴ്സുമാർ ഏറെക്കാലമായി ഉന്നയിച്ചു വരുന്ന പ്രധാന ആവശ്യമായ പുതിയ മിനിമം വേതനം ഉറപ്പാക്കുക എന്ന ആവശ്യം മുൻനിർത്തിയായിരുന്നു സമരം. സർക്കാർ ഇതിനായി കരട് വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നുവെങ്കിലും അന്തിമ തീരുമാനം വൈകിയതോടെ നഴ്സുമാർ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയായിരുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല ആശുപത്രികളിലും നേരത്തെ തന്നെ സമരങ്ങൾ ഒത്തുതീർപ്പാക്കിയിരുന്നുവെങ്കിലും തൃശൂരിലെ അമല ആശുപത്രിയിലും ജൂബിലി മിഷൻ ആശുപത്രിയിലും നഴ്സുമാർക്ക് 113 ദിവസത്തോളം സമരം തുടരേണ്ടി വന്നു. മഴയും വെയിലും ഒരുപോലെ സഹിച്ച് സമരപന്തലിൽ കഴിഞ്ഞ നഴ്സുമാർക്ക് ഇപ്പോൾ അമല ആശുപത്രിയിൽ പ്രതീക്ഷയുടെ കിരണം തെളിഞ്ഞിരിക്കുകയാണ്. പുതിയ ധാരണ പ്രകാരം നഴ്സുമാർക്ക് പ്രതിമാസം 4000 രൂപ മുതൽ 6000 രൂപ വരെ ശമ്പള വർധനവ് ലഭിക്കും. കൂടാതെ ഭരണസമിതി മുന്നോട്ട് വെച്ച വിവിധ ആവശ്യങ്ങൾ ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചകളിലൂടെ പരിഹരിക്കാൻ കഴിഞ്ഞതായാണ് സമരസമിതി നേതാക്കൾ വ്യക്തമാക്കുന്നത്. നീണ്ട ഒരു 113 ദിവസമായ സമരത്തിലായിരുന്നു. പുതിയ മിനിമം വേജസിന് വേണ്ടിയിട്ടാണ് നമ്മൾ സമരം ഇറങ്ങിയത്. അതുപോലെ തന്നെ അത് ഒരു സർക്കാർ, ഇതിന് മുന്നിലുള്ള സർക്കാർ ഒരു കരട് വിജ്ഞാപനം ഇറക്കി. അതില് ബാക്കി അതിന്റെ പൂർത്തീകരണം ഉണ്ടാകാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ മാനേജ്മെന്റുകളോട് ഒരു ഇടക്കാല ആശ്വാസമായിട്ടൊരു തുകയും ആയിട്ട് മറ്റ് മാനേജ്മെന്റുകളോടായി സമരം. അങ്ങനെ നിലവിൽ മറ്റുള്ളയിടത്തൊക്കെ തീർന്ന സാഹചര്യത്തിലും അമലയിലും ജൂബിലിയിലും ഒരു 113 ദിവസം സമരം ചെയ്തു. അപ്പം ഇന്ന് ആ സമരം വളരെ ഭംഗിയായിട്ട് തന്നെ, അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ അത് ഇരു കൂട്ടർക്കും തമ്മിലൊരു ധാരണയിലായി അവസാനിപ്പിക്കാൻ സാധിച്ചു. അപ്പൊ അതിന്റെ വലിയ സന്തോഷത്തിലാണ് ഇവിടെ എല്ലാവരും. ഒരു സമരത്തിന്റെ ഭാഗമായി 113 ദിവസം ഒന്നിച്ച് ഇരുന്ന ആളുകൾക്ക് ആ ഒരു ലഭിച്ച സന്തോഷം പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ളൊരു സമയമാണ്. നിങ്ങളുടെ പറഞ്ഞ ഡിമാൻഡുകളൊക്കെ നമ്മള് വെച്ചിരുന്ന ഡിമാൻഡുകളൊക്കെ നമ്മുടെ ലേബർ ഓഫീസർ വഴി അത് ധാരണയായിട്ടുള്ളതാണ്. അത് രമ്യമായിട്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. സമരപന്തലിൽ ഒത്തുകൂടിയ 100 കണക്കിന് നഴ്സുമാരുടെ മുഖത്ത് ഈ വിജയത്തിന്റെ സന്തോഷം വ്യക്തമായിരുന്നു. അമല ആശുപത്രിക്ക് മുന്നിൽ ഇനി ഈ സമരം ഉണ്ടാകില്ലെന്നും ഭരണസമിതി ഔദ്യോഗികമായി അറിയിച്ചു. എന്നാൽ സമരത്തിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. തൃശൂരിലെ മറ്റൊരു പ്രമുഖ സ്വകാര്യ ആശുപത്രിയായ ജൂബിലി മിഷൻ ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം ഇപ്പോഴും തുടരുകയാണ്. അവിടെയും സമാനമായ ആവശ്യങ്ങളാണ് നഴ്സുമാർ ഉന്നയിക്കുന്നത്. അമല ആശുപത്രിയിൽ ലേബർ ഓഫീസറുടെ ഇടപെടലിലൂടെ പ്രശ്നപരിഹാരം സാധ്യമായതുപോലെ ജൂബിലി മിഷനിലും ഉടൻ തന്നെ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സമരക്കാർ. ഒരു ആശുപത്രിയിൽ വിജയിച്ച സമരം മറ്റൊരു ആശുപത്രിയിലെയും നഴ്സുമാർക്ക് ആത്മവിശ്വാസം പകരുകയാണ്. തങ്ങൾക്കും നീതി ലഭിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയോടെയാണ് ജൂബിലി മിഷനിലെ നഴ്സുമാർ സമരപന്തലിൽ തുടരുന്നത്. 113 ദിവസത്തെ സമരത്തിന് ശേഷം അമല ആശുപത്രിയിൽ ഒത്തുതീർപ്പിലെത്തിയത് സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ പ്രക്ഷോഭ ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു മുന്നേറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇനി എല്ലാവരുടെയും ശ്രദ്ധ ജൂബിലി മിഷൻ ആശുപത്രിയിലെ ചർച്ചകളിലേക്കാണ്. അവിടെയും സമാനമായ അനുകൂല തീരുമാനം ഉണ്ടാകുമോ എന്നതാണ് നഴ്സിംഗ് സമൂഹം ഉറ്റുനോക്കുന്നത്.